നമസ്കാരം. രാവിലെ വാർത്തകൾ. ഹാട്രിക്കിൽ മോദി, മൂന്നാമതും പ്രധാനമന്ത്രിയാകാൻ മോദിക്ക് യോഗം. വൻ ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദി വിജയിച്ചു. നിലതെറ്റിയ ഓഹരി വിപണി തകർന്നടിയുകയുണ്ടായി. ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് ഓഹരി വിപണി തകർന്ന് അടിയുകയായി. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഫലം ചെയ്തു. സാധ്യതയേടി ഇനി ഇന്ത്യ സഖ്യം. കേരളത്തിൽ നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ആവേശ ക്ലൈമാക്സിലായിരുന്നു ശശി തരൂറും അടൂർ പ്രകാശും. ആറ്റിങ്ങൽ മണ്ഡലം മുൾമുനയിൽ നിന്ന് അവസാനം അടൂർ പ്രകാശ് പൊരുതി ജയിച്ചു. തൃശ്ശൂരിനെ എടുത്തുകൊണ്ട് സുരേഷ് ഗോപി ചരിത്രം തിരുത്തിക്കുറിച്ച വിജയവുമായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയ ശ്രീലാളിതനായി. ഇന്ദിരാഭവനിൽ വളരെയധികം ആവേശം പേർന്ന കാഴ്ചയായിരുന്നു ഇന്നലെ നടന്നത്. 18 ലോക്സഭാ സീറ്റ് നേടി കേരളത്തിൽ കോൺഗ്രസ് വെന്നിക്കൊടി പാറിച്ചു. ആളും ആരവുമില്ലാതെ നിശബ്ദമായി AKG സെൻറ്റർ. LDFിൻ്റെ മാനം രക്ഷിക്കാൻ ഒരാൾ മാത്രം, K രാധാകൃഷ്ണൻ. ബംഗാളിൽ എതിരാളികളെ ഒറ്റയ്ക്ക് തുരത്തി മമതാ ബാനർജി. ആലപ്പുഴയെ വീണ്ടെടുക്കുവാൻ വീണ്ടും KC വേണുഗോപാൽ രംഗത്തെത്തി. വലിയ ഭൂരിപക്ഷത്തിൽ KC വേണുഗോപാൽ ആലപ്പുഴയിൽ വിജയിച്ചു. കാസർഗോഡ് രണ്ടാം അംഗത്തിലും രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചു. കണ്ണൂരിൻ്റെ കരുത്തറിയിച്ച് K സുധാകരൻ കണ്ണൂരിൽ വിജയം പാറിച്ചു. വടകരയിൽ ഷാഫി പറമ്പിൽ വലിയ വിജയം നേടി. 3.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വിജയക്കൊടി പാറിച്ചു. ഇടതുകോട്ടയെ തകർത്തുകൊണ്ട് കോഴിക്കോട് MK രാഘവൻ വിജയം പാറിച്ചു. ചരിത്ര ഭൂരിപക്ഷവുമായി ET മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് മല കയറി. വിജയത്തിൻ്റെ സ്വർണ്ണ തിളക്കവുമായി പൊന്നാനിയിൽ MP അബ്ദുൽ സമദ് സമദാനി വിജയിച്ചു. VK ശ്രീകണ്ഠൻ പാലക്കാട് വിജയക്കൊടി പാറിച്ചു. ആലത്തൂരിൽ K രാധാകൃഷ്ണൻ വലിയ വിജയം കൊയ്തു. LDFിലുള്ള ആകെയുള്ള വിജയമാണ് ആലത്തൂരിലൂടെ K രാധാകൃഷ്ണൻ നേടിയത്. തൃശ്ശൂർ എടുത്തുകൊണ്ട് സുരേഷ് ഗോപി. എറണാകുളത്ത് റെക്കോർഡ് നേട്ടവുമായി ഹൈബി ഈഡൻ വിജയിച്ചു. ഇടുക്കിയിൽ 2ാം ജയം ഉറപ്പിച്ച് ഡീൻ കുര്യാക്കോസ്. കോട്ടയത്ത് കരുത്തോടെ ഫ്രാൻസിസ് ജോർജ് വീണ്ടും വിജയിച്ചു. ആലപ്പുഴയിൽ വിമർശകർക്കുള്ള മറുപടി പറഞ്ഞുകൊണ്ട് KC വേണുഗോപാൽ വൻ വിജയം കോർത്തു. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും വിജയിച്ചു. പത്തനംതിട്ടയിൽ 4ാമതും വിജയക്കൊടി പാറിച്ച് ആൻഡ്രൂ ആൻ്റണി. കൊല്ലത്ത് MK പ്രേമചന്ദ്രൻ തൻ്റെ കോട്ട കാത്തു. ആറ്റിങ്ങലിൽ ഫോട്ടോ ഫിനിഷിൽ വിജയം വരിച്ച് അടൂർ പ്രകാശ്. തിരുവനന്തപുരത്ത് വീണ്ടും തരൂർ വിജയിച്ചു. രാവിലെ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. രാത്രി വാർത്തകളുമായി വീണ്ടും നമുക്ക് സംഗമിക്കാം.